മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. വനംവകുപ്പും കർഷകരും ഗോത്രവിഭാഗവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും സഹകരണാത്മകവുമാക്കുന്നതിനായി ഊരുണർവ് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നെടുങ്കായം ഫോറസ്റ്റ് ബംഗ്ലാവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 36 ആദിവാസി വിഭാഗങ്ങളെയും ഓരോ മാസങ്ങളിലായി നേരിട്ട് കാണും. നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ഊരുകൾ സന്ദർശിച്ച് പദ്ധതിക്ക് തുടക്കമായി. തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആദിവാസികളെയും നേരിൽ കണ്ട് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഊരു വികസനം സാധ്യമാക്കും. വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും കാടിനെക്കുറിച്ചുള്ള അവരുടെ പരമ്പരാഗത അറിവുകൾ വനസംരക്ഷണത്തിനും വന്യജീവി ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുകയാണ് ഊരുണർവ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അവരുടെ ഉൽപ്പന്നങ്ങൾ, വനവിഭവങ്ങൾ അവർ ശേഖരിക്കുന്നത്, അതെങ്ങനെ മൂല്യവർദ്ധിതമായ വാല്യൂ അഡീഷൻ കൊടുത്ത് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കാമെന്ന് ആലോചിക്കുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറിസത്തിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അന്നേരം തീർച്ചയായിട്ടും ഗൈഡായിട്ടും ഗാർഡായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നത് ഈ സമൂഹത്തെയാണ്. ആ നിലയിൽ തന്നെ ഇപ്പോൾ അവരുടെ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ നാളെ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നാളെ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി. 36 വ്യത്യസ്തമായ ട്രൈബ്സ് ആണുള്ളത്. 36 മാസം കൊണ്ട് എല്ലാ ട്രൈബ്സിലേക്കും എത്തുക എന്നുള്ള പദ്ധതി ആണ് ഊരുണർവ് എന്ന പദ്ധതി. അതിന് തുടക്കം നിലമ്പൂരിൽ നിന്ന് കുറിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ MLA നിർബന്ധം വന്നുകൊണ്ട് മാത്രം ഇവിടെ വരണം ഇവിടുന്ന് തുടങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഇവിടുന്ന് തുടക്കം കുറിച്ചത്. പ്രളയത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നവർക്ക് ഭൂമി നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാണിയമ്പുഴയിലെ അർഹരായവർക്ക് ഉടൻ ഭൂമി അനുവദിക്കുമെന്നും 2 കുടുംബങ്ങൾക്ക് 1 മാസത്തിനകം പുനരധിവാസം സാധ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനത്തിനുള്ളിൽ താമസ സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായ മേഖലകളിൽ ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനംവകുപ്പിലേക്ക് പുതുതായി നിയമിക്കുന്ന 500 അംഗ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ കായികക്ഷമതയുള്ള ആദിവാസി യുവാക്കൾക്ക് മുൻഗണന നൽകും. വനമേഖലയിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക ആദിവാസി യുവാക്കളെ ഗൈഡുമാരായും ഗാർഡുമാരായും നിയമിക്കുമെന്നും വനമന്ത്രി അറിയിച്ചു. എങ്ങനെയാണ് ഇവർ നേരിടുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് പരിഹാരങ്ങൾ. ഇപ്പൊ 2 ഉന്നതികളിൽ പോയ 2 നിരവധി ആവശ്യങ്ങൾ വന്നു. അതിൽ ഒട്ടുമുക്കാൽ ആവശ്യങ്ങളും അന്നേരം തന്നെ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് അവരുടെ അറിവിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിനെ കുറിച്ച് അവർക്കുള്ള അറിവ് മറ്റാർക്കും തന്നെ ഇല്ല, പുറത്തുള്ളവർക്കില്ല. അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേഷന്റെ പ്രാധാന്യവും അവരുടെ അറിവ് വഴി നമ്മൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം ഈ വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഘൂകരിക്കുന്നതിന് അവരെ എങ്ങനെ സഹകരിപ്പിക്കാം എന്നുള്ളതോട് ആലോചിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ വന്നപ്പോൾ പ്രധാനമായും നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പ്രളയത്തെ തുടർന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നവർക്ക് തിരിച്ച് അവർക്ക് ഭൂമി നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. നമ്മൾ ആദ്യം പോയ സ്ഥലം വാണിയമ്പുഴ. അവിടെ ഇനിയും 2 പേർക്ക് കൂടെ ഉള്ളു കൊടുക്കാൻ. അത് 1 മാസത്തിനകം കൊടുക്കും. 4 പേർക്കുണ്ട്, അതിൽ 2 പേർക്ക് 1 മാസത്തിനകം കൊടുക്കും. ഇന്ന് 5 പേർക്ക് കൊടുക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 1-2 വിഭാഗങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ഒരു വിഷയമുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട കളക്ടറും സബ് കളക്ടറും ഒക്കെ ഇന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ചിട്ട് അവരിപ്പോ താമസിക്കുന്ന സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ സ്ഥലം അവർക്ക് നാളെ അപകട സാധ്യത ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ തന്നെ കൊടുക്കും. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് കേരളത്തിൽ ഇതുപോലെ 14 പ്രദേശത്താണ് ഇങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഭൂമി കൊടുക്കാം? നിലവിലെ നിയമത്തിൽ വ്യവസ്ഥയില്ല. വനത്തിനകത്ത് സ്വാപ്പ് ചെയ്യാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താമസിപ്പിക്കാനുള്ള വ്യവസ്ഥ നിലവിലെ നിയമത്തിൽ. കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. അതിന് അവരൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു കമ്മിറ്റി
കമ്മിറ്റി ഇപ്പം ചെന്നാൽ ഉടനെ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കും, പ്രവർത്തനം ആരംഭിക്കും. ആ കമ്മിറ്റിയുടെ പ്രകാരം കേന്ദ്രത്തിനോട് അറിയിക്കുകയാണെങ്കിൽ അവരതിന് അനുമതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതില്ലാതെ തന്നെ കൊടുക്കാൻ ഒക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ കൊടുക്കും, കളക്ടർ ഇടപെടും. ഇതില്ല എങ്കിൽ ആ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 6 മാസം സമയം കൂടെ വേണ്ടി. മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.